വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മളിപ്പം കോയമ്പത്തൂരാണുള്ളത്. ഇന്നലെ വന്നതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ നമ്മൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഗാന്ധിപുരത്തുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്. നമ്മളിപ്പോൾ ഇന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവിടെ അടുത്തായിട്ട് ഒരു ഇഷ യോഗ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ മലയാളികളെല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ഇഷ യോഗ സെൻറ്റർ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോവാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അതെ, പോയിട്ടില്ല. അപ്പോൾ നമുക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. എല്ലാവരും വന്ന് എന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാരും പിന്നെ മറ്റുള്ള സെലിബ്രിറ്റീസും അതുപോലെ ഒരുപാട് പ്രമുഖരായ ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇഷ യോഗ സെൻറ്റർ. അപ്പോൾ നമ്മളും കൂടെ ഒന്ന് ഇതുവരെ പോയിട്ടില്ല. ഒരുപാട് പേര് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും അവിടെ ഒന്ന് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ ഇഷ യോഗ സെൻറ്ററിൽ. ഓക്കെ, അപ്പോൾ അളിയനെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി കുറച്ച് പേര് റെഡി ആവാനേ ഉള്ളൂ. ഇതാ റംസാത്ത റെഡി ആയിട്ടുണ്ട്. അതെ, ബീച്ച് സ്റ്റൈൽ അല്ലേ? പൊളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇഷ യോഗ സെൻറ്ററിൽ എത്തിയിട്ടോ. റംതാത്ത താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. കോയമ്പത്തൂർ ടൗണിൽ നിന്നാണെങ്കിൽ 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി ഇഷ യോഗ സെൻറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. 1992 ഇഷ യോഗ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത് കേട്ടോ. 1994 ഇവിടെ ഇഷ യോഗ സെൻറ്റർ സ്ഥാപിച്ചത്. ജഗ്ഗി വാസുദേവ് എന്ന് പറഞ്ഞൊരു ആത്മീയാചാര്യനാണ് ഈ ഇഷ യോഗ ഫൗണ്ടേഷനും ഇഷ യോഗ സെൻറ്ററെല്ലാം സ്ഥാപിച്ചത് കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 112 അടി ഉയരത്തിലുള്ള ആദിയോഗി ശിവശങ്കറിൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ മെയിൻ സവിശേഷത. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ളതാണ് കേട്ടോ ആ പ്രതിമ. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. ബസ് പാർക്ക് ചെയ്യാനാണെങ്കിലും ട്രാവലർ ആണെങ്കിലും കാറ് ബൈക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ഏരിയ ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട്. അപ്പം ബസ്സിൽ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ് ഈ ഫൗണ്ടേഷനിലേക്ക്, ഈ യോഗ സെൻറ്ററിലേക്ക് വരികയാണ്. അപ്പം കോളേജുകളിൽ നിന്നും അതുപോലെ എല്ലാ ഏരിയയിൽ നിന്നും ടൂറിസ്റ്റുകളാണെങ്കിലും എല്ലാം ധാരാളം വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഈ യോഗ സെൻറ്റർ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പ്രതിമ മാത്രമല്ല, പിന്നെ ഇവിടെ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ ഇവിടത്തേക്ക് ഇങ്ങനെ ആത്മീയതയ്ക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട്. ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള ഹോസ്റ്റൽ പോലുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലം അന്വേഷിച്ചിട്ട് കുറേ ദൂരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ എത്ര കാറുകളാണ് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അതിനു വേണ്ടി തന്നെ നല്ലൊരു ഏരിയ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ലെവൽ ചെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇഷ യോഗ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു ഏരിയ ആണ് കേട്ടോ. ഒരു 100 ഏക്കറിന് മേളിൽ സ്ഥലമുണ്ട് ഇവിടെ. ഇങ്ങോട്ട് എത്താൻ തന്നെ റംതാത്ത് താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് തന്നെ 10-20 കിലോമീറ്ററിന് മേളിലുണ്ട് കേട്ടോ. എത്രായിരം കാറുകളാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ പിന്നെ ബസ്സുകൾ വേറെ, അങ്ങനെ അത്രയും ഇതുണ്ട്. പക്ഷെ ഭയങ്കര ഒരു രസമായിട്ടുള്ള ആംബിയൻസ് ആണ്. പോരാത്തൊരു ചെറിയ മഴക്കാറുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ താഴെയാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അതൊരു നല്ല ആംബിയൻസ് ആണ്. നമുക്കിവിടെ വന്നാൽ എന്താ പറയുക, നല്ലൊരു സ്പിരിച്വൽ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലുള്ള നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു പ്രതിമയാണ്. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ദൂരെ നിന്നുള്ള വ്യൂ തന്നെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ഒരു ഏക്കർ കണക്കിന് സ്ഥലം തന്നെ നമുക്ക് ഈ
കാർ പാർക്കിങ്ങിനും ബസ് പാർക്കിങ്ങിനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട്. പക്ഷേ ഇത് ദൂരെ നിന്ന് തന്നെ അതിൻ്റെ കാഴ്ച കാണുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ ആ മുഖത്തിൻ്റെ ആ പ്രസാദവും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു വെള്ള കളർ പൊട്ടും പിന്നെ ഒരു ചന്ദ്രൻ്റെ ഒരു എംബ്ലോക്ക് ഉണ്ടല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ അതൊക്കെ നല്ല രസമായിട്ട് ഇവിടുന്ന് കാണാൻ തന്നെ. ആ ശില്പം ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് അത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം നടക്കാനുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് ഇവിടേക്ക് ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ VVIPകളായ ആളുകൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. പിന്നെ ഇതാണ് ശില്പത്തിൻ്റെ മുമ്പിൽ ഉള്ള ജനങ്ങളെ കാണണം. അവിടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അത്രയ്ക്കും ആളുണ്ട്. ആണെങ്കിൽ ഒരു മഴയുടെ പ്രതീതി ആയതുകൊണ്ട് നല്ല രസമാണ്. വൈകുന്നേരം ഇപ്പോൾ ഒരു 5 മണിയുടെ അടുത്ത് സമയമായി കേട്ടോ. ഇപ്പോൾ 5 മണിയായി. അപ്പോൾ നന്നായിട്ടുണ്ട് കാണാൻ. എത്ര പറഞ്ഞാലും മതിയാവില്ല. നമുക്കൊരു നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞിട്ട് ഒരു നല്ല ഒരു ശാന്തം അല്ലെങ്കിൽ നമുക്കൊരു പീസായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ല സ്ഥലം കേട്ടോ. ചുറ്റുമാണെങ്കിൽ മലയുമാണ്. അപ്പോൾ അതിൽ ആ ശില്പം നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഇവിടെ വരാൻ. ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല വരാനായിട്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് വരിക കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്കിൽ കൂടി ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ വരാൻ പറ്റുന്നവർ വരിക. ഇവിടെ ചെറിയ സ്നാക്സ് കൗണ്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ. ചായയും ഐസ്ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ മല എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകുഭാഗമായിട്ട് വരുന്നതാണ് ഇനി ആനകട്ടി മണ്ണാർക്കാട് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ മലയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാളവണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഇത്രയും ദൂരം നടക്കുന്നതിന് പകരം ഈ കാളവണ്ടിയിൽ കയറിയാൽ അവിടെ എത്തിക്കും. അതിനൊരു ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും. നല്ല ഉഷിരൻ കാളകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല സൂപ്പർ കാളകളാട്ടാ. എന്താ വലുപ്പം. ഇഷ യോഗ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് വെള്ളരിമലയുടെ താഴ്ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് കാണപ്പെടുന്ന മലയ്ക്ക് പറയുന്നത് വെള്ളരിമല എന്നാണ്. ഈ ബാക്കിൽ കാണുന്ന മല വാളയാർ ഭാഗമാണ് കേട്ടോ. ഈ മലയുടെ അപ്പുറയാണ് നമ്മൾ പാലക്കാട് പോകുന്ന വാളയാർ കഞ്ചിക്കോട് റൂട്ടുള്ളത്. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ഈ മലയുടെ പുറകു ഭാഗമാണ് മണ്ണാർക്കാട് ആനകട്ടി ആ ഭാഗമൊക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡായിട്ട് മരുതമലൈ ആ ഭാഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ശിവലിംഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവലിംഗമല്ല, ശിവൻ്റെ പ്രതിമ. ഒരുപാട് ആളുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത്രയും ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. മിക്ക ദിവസങ്ങളിൽ ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷെ ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തോരം ജനങ്ങളെ ഇവിടെ ഒന്നും നോക്കിയേ. ഈ ശിവന്റെ പ്രതിമയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനാണ് എല്ലാവരും നോക്കുന്നത്. ഇത് നോക്കൂ, ഇവിടെ എത്രയാ പുരുഷാരം വന്നിരിക്കുന്നതെന്ന്. ഇനി പ്രത്യേക പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു മണ്ഡപത്തിലേക്ക് കയറാട്ടോ. അവിടെ ഒരു വെള്ള വസ്ത്രം ധരിച്ച പൂജാരിമാരൊക്കെ ഉണ്ട്. അവിടെ ദൈവത്തിൻ്റെ ശില്പവും അതുപോലെ നന്ദി എന്ന പശുവിൻ്റെ ശില്പമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയി സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ നടത്താൻ സാധിക്കും.
ആദിയോഗി ദിവ്യ ദർശൻ രാത്രി 7 മണി വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഒരു ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അകത്തോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ബോർഡാണ്. പല പേരിലുള്ള അമ്പലങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ യോഗ ചെയ്യുന്നതിനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ധ്യാനലിംഗം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അതുപോലെ ശിവൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പം അതുപോലെ ജഗ്ഗി വാസുദേവ് മഹർഷിയുടെ ആശ്രമമുണ്ട്. അപ്പോൾ അതിനകത്തോട്ടൊക്കെ പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉള്ളിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ആദിയോഗി പ്രതിമയുടെ മുമ്പിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ് കേട്ടോ. അതായത് അത്രയും ജനങ്ങൾ തിങ്ങി വരുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നൊരു സൈറ്റാണിത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു ആരും ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇഷ യോഗ സെൻറ്റർ കണ്ടു, ശിവൻ്റെ പ്രതിമ കണ്ടു. അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ജനങ്ങൾ കണ്ടില്ലേ എത്രയാ ആളുകൾ, പലരും പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം 1 മണിക്കൂറോളം യാത്ര ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് എത്താൻ, അതായത് റംതാത്തയുടെ വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ മഴ വരുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പം ഇനി തിരിച്ചു പോയി അവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് തന്നെ വീട്ടിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ രാത്രിയാവും അവിടെ എത്താനായിട്ട്. അപ്പോൾ റംതാത്തയും അളിയനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഇഷ യോഗ സെൻ്ററിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇനി അവിടെ കുറച്ച് അപ്പുറമൊക്കെ അദ്ദേഹത്തിൻ്റെ ജഗ്ഗി വാസുദേവ് എന്ന് പറഞ്ഞ മഹർഷിയുടെ ആശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ എല്ലാവരും പോവാറില്ല. പൊതുവെ എല്ലാവരും ഈ ഒരു ആംബിയൻസിൽ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുക തന്നെയാണ് ചെയ്യാറ്. പിന്നെ കുറേ സമയം ഇവിടെ വന്ന് ഇരിക്കും, റിലാക്സായി ഇരിക്കും, അതൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളും ഇപ്പോൾ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബായ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതാണ് ഇഷ യോഗ സെൻറ്ററിൻ്റെ കാഴ്ചകൾ കേട്ടോ.